ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആ ഫൺസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ റമദാൻ മാസത്തിലെ 4ാമത്തെ ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോമ്പ് നോൽക്കാൻ വേണ്ടി ഫുഡ് കഴിക്കാൻ വേണ്ടി എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ തൊട്ടുള്ളതാണ് ചോറും പിന്നെ കുറച്ച് ചിക്കൻ്റെ കറിയും പിന്നെ കുറച്ച് അച്ചാറും കൂടി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നിസ്കാരം കുറച്ച് നേരം ഓതലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ പോകണം. അപ്പം ഒരു 7:30 ആ ഒരു ടൈം ആയപ്പം എണീറ്റിട്ട് മോനുക്കുള്ള ദോശ പിന്നെ മോൾക്കുള്ള ദോശയും അതുപോലെ തന്നെ സ്കൂളിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ റമദാൻ മാസത്തിൽ ഇങ്ങനെ തന്നെ ആട്ടാ ചെയ്യൽ. അത്താഴം കഴിഞ്ഞാലും കുറച്ച് നേരം കിടക്കും, നല്ല ക്ഷീണം ഉണ്ടാവും. അപ്പോൾ മോൾക്കും മോനുക്കും ഇതാ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ചായയും വെച്ചിട്ട് അവരിനെ എല്ലാം റെഡി ആക്കിയിട്ട് ഇതാ മോന് സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ ഇനി മോൻ പോയതിന് ശേഷമാണ് മോള് അംഗൻവാടിക്കാണ് പോണത്. ഇനിയിപ്പോൾ അവളെയും കൂടി റെഡിയാക്കണം. അപ്പോൾ മോനക്ക് ഒരു 8:35 ആ ഒരു ടൈം ആകുമ്പോൾ ബസ് വരും. നമ്മളുടെ ഇവിടെ നിന്ന് കുറച്ച് പോകണം, റോഡ് സൈഡിലായിട്ട് ബസ് വരും. അപ്പം ഇതാ അവന് പോവാണ്. നോമ്പൊക്കെ നോറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണിയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ടയേർഡാവും കേട്ടോ. അപ്പോൾ കുറച്ച് വേഗമായിരിക്കും നമ്മൾ പണിയൊക്കെ ചെയ്യാനായിട്ട്. അങ്ങനെ ഇതാ മോള് പോയതിന് ശേഷം അടിച്ചു വാരലും കഴിഞ്ഞു. പിന്നെ ഇതാ തുടക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം. പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം വൈകുന്നേരമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയ്ക്ക് വന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ജ്യൂസിനുള്ളത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചൊന്ന് തണുക്കണമല്ലോ, കാരണം ഈ ഒരു ചൂടാവുന്ന സമയത്ത് നമ്മൾ ഒരുപാട് തണുത്തൊന്നും കുടിക്കില്ല. എന്നാലും ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ കുമ്മട്ടിങ്ങയും കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുമ്മട്ടിങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതുപോലെ ചെറുതായി മുറിച്ചിട്ട് കുരുണ്ട്, കുരുകൊടുക്കണേ തന്നെ നമ്മൾ മിക്സിയിലിട്ടിട്ട് പിന്നെ നമ്മളിതിൽ വേണമെന്നുണ്ടെങ്കിൽ പുതിനയൊക്കെ ചേർക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇഞ്ചിയും വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇവിടെ ഞാനിപ്പോൾ ഒരു നാരങ്ങയുടെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം അതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതാകുമ്പോൾ കുറച്ചൊരു ചെറുതായിട്ടൊരു പുളിപ്പുണ്ടാവും, കുടിക്കാൻ നല്ല ടേസ്റ്റാണ്, മധുരം ഉണ്ടാവും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അല്ല പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്ക് പഞ്ചസാര ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ലേശം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് ചെയ്യണ ആ ഒരു ടൈമിൽ എൻ്റെ ഇത്താത്തത് അവിടെ ഇടിയപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കഴിക്കാനായിട്ട് നമുക്ക് ഇടിയപ്പവും പിന്നെ തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ ഇടിയപ്പമൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ജ്യൂസ് ഇവിടെ അരച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. നമ്മൾ റമദാൻ മാസം ആകുമ്പോൾ എപ്പോഴും സ്നാക്സ് ഒന്നും ഉണ്ടാക്കലില്ല കേട്ടോ. എണ്ണക്കടികൾ ഇപ്രാവശ്യം എന്തായാലും എണ്ണക്കടിയൊക്കെ കുറച്ചൊന്ന് കമ്മിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതല്ല നമ്മളൊരു ലളിതമായ രീതിയിൽ നമുക്ക് റമദാൻ മാസം നോമ്പൊക്കെ നോൽക്കുമ്പോൾ നമ്മളും അതിനനുസരിച്ചിട്ട് നമുക്ക് ഫുഡൊക്കെ ആണെങ്കിലും കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ വേസ്റ്റ് ആക്കാണ്ട് കഴിക്കണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറച്ചൊക്കെ ഫുഡൊക്കെ വേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഇവിടെ നമുക്ക് അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ഓരോരുത്തർക്ക് ഇല്ലാത്തതുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കഴിവതും ഫുഡ് വേസ്റ്റ് ആക്കാണ്ട് ഇപ്രാവശ്യത്തെ റമദാൻ മാസം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാങ്ങ ഇവിടെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മളിതാ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പം അത്താഴം, അതായത് നോമ്പ് നോൽക്കാൻ നാളത്തെ നോമ്പിനുള്ള ചോറ് അതുപോലെ തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെക്കുകയാണ്. പിന്നെ നമ്മൾ മുരിങ്ങേൻ്റെ ഇല കഞ്ഞിവെള്ളത്തിലിട്ടിട്ട് വെക്കലാണ് കേട്ടോ. അല്ലാണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരു കറിയൊന്നും ഉണ്ടാക്കലില്ല. ഇതും വല്ല അച്ചാറോ അല്ലെങ്കിൽ മുട്ട പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ നോമ്പ് നോൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യൽ. പിന്നെ ഇനിയിപ്പം ഒരു ജ്യൂസും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം മാങ്ങയുടെ ജ്യൂസാണ്. അപ്പം അതും അതുപോലെ തന്നെ വത്തക്കയുടെ വെള്ളവും പാടെയാണ്. പിന്നെ തേങ്ങാപ്പാലാണ് നമ്മൾ ഇടിയപ്പത്തിന് കറിയായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള തേങ്ങയും അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ മുരിങ്ങയില താളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ജ്യൂസ് അടിച്ചിട്ട് അതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മുന്തിരിയും പിന്നെ നമ്മുടെ മുസമ്പിയും പാടെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫ്രൂട്ട്സായിട്ട് ഇന്ന് എടുത്തിരിക്കുന്നത്. പിന്നെ എല്ലാവർക്കും കുടിക്കാനുള്ള ജ്യൂസും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇപ്രാവശ്യത്തെ റമദാൻ മാസത്തിൽ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. അപ്പം നമ്മൾ കൂടുതലും വെള്ളം എങ്ങനെയെങ്കിലുമൊക്കെ വെള്ളം അകത്തേക്ക് ആക്കാനാണ് നോക്കൽ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവാണല്ലോ. നമ്മൾ പകലൊന്നും വെള്ളം കുടിക്കാത്ത കാരണം കൊണ്ട്. പക്ഷേ നോമ്പ് തുറന്ന വഴിക്കാണ് നമുക്ക് സാധാ വെള്ളം കുടിക്കാനും പറ്റണില്ല. അപ്പോൾ നമുക്ക് വൊമിറ്റിങ് ആ ഒരു ഇതൊക്കെ തോന്നുകയാണ്. അപ്പോൾ അതാ ജ്യൂസൊക്കെ ആക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നോമ്പ് തുറക്കേണ്ട ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ നോമ്പ് തുറ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.